എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ കൃഷ്ണ പ്രിയദർശൻ. ആലി എന്ന് പറഞ്ഞ ഫിലിമിന്റെ റിലീസിനെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇതിൽ നിങ്ങൾക്കറിയാം, ഇത് കൃഷ്ണപ്രസാദ് സാറ് ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. രാമവർമ്മ തമ്പുരാൻ പരിചയപ്പെടുത്തേണ്ട, തിരുവനന്തപുരത്തുകാർക്കെല്ലാം ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തെ ഞങ്ങളുടെ സിനിമയിൽ പാടുകയും മ്യൂസിക് ഡയറക്ഷനും അതുപോലെ ബീജിയമും ചെയ്തേക്കുന്ന അദ്ദേഹമാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെയൊക്കെ മീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സിനിമ ഓഗസ്റ്റ് 14 റിലീസാവുകയാണ്. വളരെ ഷോർട്ട് ടൈമിലാണ്. ഇന്നലെയാണ് ഞാൻ വന്നൊന്ന് പ്രസിനെ നമുക്ക് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞ് വന്നത്. ഞങ്ങൾ കൊച്ചിയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഇവിടെ ഒരു പ്രസ് മീറ്റ് വേണമെന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ചിന്തിക്കാൻ കാരണം, ഞാൻ തിരുവനന്തപുരംകാരിയായതുകൊണ്ടാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഗൾഫിലാണ്. തിരുവനന്തപുരത്ത് വന്നു പോകുന്ന കാര്യം എൻ്റെ പേരൻസ് ഇവിടെ ഉണ്ടായതുകൊണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്നാണ് എൻ്റെ എല്ലാ തുടക്കവും, കലാപരമായിട്ടും എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും ഇതൊന്ന് ഇൻഫോർമേഷൻ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നത്. ഈ ഓഗസ്റ്റ് 14 ആലി എന്ന് പറയുന്നത് ഞങ്ങളുടെ സിനിമ ഒരു ചെറിയ പടമാണ്. പക്ഷേ നിങ്ങളെല്ലാവരും അതൊന്ന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് തന്ന് ഞങ്ങളെ ഒന്ന് വിജയിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ഞാൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് പോർഷൻ സോങ് ലിറിക്സ് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ബാക്കി ഓരോരുത്തരായിട്ട് എനിക്ക് സാറ് ഒരുപാട് നടന്മാരുണ്ട് ഇതിൻ്റെ അകത്ത്. കൈലാഷ് തമിഴിലും ഇത് ഇറങ്ങുന്നുണ്ട് കേട്ടോ. തമിഴ് മലയാളം 2 ഭാഷകളിലായിട്ടാണ് ഇറങ്ങുന്നത്. കർണാടക, തമിഴ്നാട്, കേരള ഇവിടെ ഒരേ സമയം ഓഗസ്റ്റ് 14 ഇറങ്ങുന്നുണ്ട്. ഫസ്റ്റ് ഷോ ഞങ്ങൾ വനിതയിലാണ് വെക്കുന്നത്, കൊച്ചിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ആഫ്റ്റർനൂൺ ഷോസാണ്. എനിക്ക് ഇതുവരെയും ലിസ്റ്റും സ്കെഡ്യൂളും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ മീഡിയക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ദിവസം ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രിവ്യൂ ആയിട്ട് നമുക്കിപ്പോൾ ഇത് സമയമില്ല. പക്ഷെ ഒന്നെങ്കിൽ 14 അല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ ആവശ്യപ്പെടുന്നത്, 15 ആണെങ്കിൽ ഞങ്ങൾക്ക് ഷോ വെക്കാനായിട്ട് സാധിക്കും. അത് ഞങ്ങളൊന്ന് ഇൻഫോം ചെയ്താൽ മാത്രം മതിയാവും. മലയാള സിനിമയിൽ വളരെയധികം വനിതാ രത്നങ്ങൾ സംവിധായിക അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരാവുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്നാൽ ആ തലത്തിൽ കൃഷ്ണ പ്രിയദർശൻ എന്ന മാഡം നമുക്ക് ഇതിനു മുമ്പ് അവരൊരു പടം ചെയ്തിട്ടുണ്ട്. അവരുടെ സെക്കൻഡ് പ്രൊജക്റ്റാണിത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ പങ്കെടുക്കുവാനും ആ പ്രൊജക്റ്റ് ഇന്നിപ്പം സമ്പൂർണ്ണമായി അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുവാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 14 അത് റിലീസ് ചെയ്യുന്നു. ഞാൻ അതിലെ ആലി എന്ന് പറഞ്ഞ നായികയുടെ അച്ഛൻ്റെ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി വലിയ പടങ്ങൾ ഓണക്കാലത്ത് വരാറുണ്ട്. ഓണക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നല്ല വലിയ പടങ്ങളൊക്കെ വരും. ഞങ്ങളുടെ ഇതൊരു ചെറിയ പടമാണ്. എന്താ പറയുക, ഒരു നാടൻ വിഭവങ്ങളൊക്കെ ചേർന്ന ഒരു സദ്യ കഴിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ പടം. അപ്പോൾ അത് വിജയിപ്പിക്കേണ്ടത് നമ്മൾ എന്താ പറയുക, മീഡിയ എന്നുള്ള രീതിയിൽ നിങ്ങളുടെയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കർത്തവ്യം നിങ്ങൾക്കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം നമ്മുടെ ഒരു നാടൻ വിഭവം നമുക്ക് തരുന്നു. അത് തീർച്ചയായിട്ടും എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. മാഡത്തിൻ്റെ ഒരു വലിയ എഫർട്ടാണ് ഈ പടം. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇതൊന്ന് എല്ലാവരിലേക്ക് എത്തിക്കണം. അതിനാണ് നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇത് ഒരു വലിയ മ്യൂസിക്കൽ 8 പാട്ടുണ്ട്. സാധാരണ ഇപ്പോൾ പാട്ടുകളൊക്കെ വളരെ കുറവാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു പാട്ടുള്ള 8 പാട്ടുകളുണ്ട്. ആ പാട്ടിൽ ഒരു പാട്ടാണ് തമ്പുരാൻ പാടിയിരിക്കുന്നത്. 2 പാടിയിട്ടുണ്ട്. അതായത് പാടുകയും മ്യൂസിക്കൊക്കെ ചെയ്തിട്ടുണ്ട് തമ്പുരാൻ. അപ്പം എന്തായാലും ഞങ്ങളോടൊപ്പം സഹകരിക്കണം. എല്ലാവരും ഈ പടം കണ്ട് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ തമ്പുരാനിലേക്ക് കൊടുക്കാം. ആലിയുടെ സംഗീത വിഭാഗമാണ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞ പോലെ 8 സോങ്സോളമുണ്ട്. പക്ഷെ അതിൽ 2 സോങ്സാണ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ളത്. അത് പാടുകയും കൂടെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു മ്യൂസിക് ഡയറക്ടർ ചെയ്ത ഒരു ഗാനം ആലപിക്കുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം ആലി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരു റൊമാൻറ്റിക് ഫാമിലി സബ്ജക്റ്റാണ്. റൊമാൻസ് എന്ന് പറയുന്നത് ഇപ്പോഴൊരു സീരിയസ് റൊമാൻസ്, ഒരു ചോക്ലേറ്റ് പ്രണയം പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പ്രണയങ്ങൾ കൈമറിഞ്ഞു പോകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു നായകനല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള
ഒരു റൊമാൻസ്, എന്നാൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങളും എന്നാൽ തമാശകളും എല്ലാം നിറഞ്ഞൊരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് ആലി. ആലി എന്നുള്ള പേര് തന്നെ അറിയാം, ആലിപ്പഴം പൊഴിയുന്ന പോലെ, അല്ലെങ്കിൽ മഴയുടെയൊക്കെ ഒരു സ്പർശത്തിലുള്ള ചില ഗാനങ്ങളുമൊക്കെ ഇതിനകത്തുണ്ട്. അല്ല, ഒരു ഗാനം ആലി എന്ന് പറഞ്ഞ് തന്നെയാണ് തുടങ്ങുന്നത്. ടൈറ്റിൽ പേരിൽ തന്നെയാണ് ആലി എന്ന് തുടങ്ങുന്നത്. ആ ഗാനം സംഗീതം ചെയ്തു, അത് പാടിയിട്ടുണ്ട്. അതിലെ പല്ലവി ഞാൻ നിങ്ങൾക്കായിട്ട് 4 വരി ആലപിക്കാറ്. ആലി ആലി മുത്തം മുത്തി അളികം അളകം കാറ്റിൽ തെന്നി പാറും അഴകും അഴയാതെ കൈകൾ നെഞ്ചം തൊടും ആലപ്യമെന്നിൽ അഴലേകിയാലും കാതൽ കാതൽ കാതൽ. ആലി ആലി മുത്തം മുത്തി അളികം. ഇങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങുന്നത്. മെലഡി നഷ്ടപ്പെടുത്താതെ നമുക്കൊരു മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് വേണം എന്നുള്ള ഒരു ഡയറക്ടറുടെ ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. ഇതിൽ മിക്കതും മെലഡീസ് ആണ്. ഞാൻ ചെയ്തിരിക്കുന്ന മറ്റേ ഗാനവും വളരെ റൊമാൻറ്റിക് ആണെന്ന് വളരെ മെലോഡിയസ് ആണ്. പിന്നെ മറ്റു ഗാനങ്ങളുണ്ട്. ഒരു അറേബ്യൻ കുറച്ച് ഷോർട്സ് വിദേശത്ത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എബ്രോഡുള്ള ഗൾഫ് കൺട്രീസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു അറേബ്യൻ പശ്ചാത്തലത്തിലൊരു അറേബ്യൻ സോങ് അതിനകത്തുണ്ട്. അതാ പറഞ്ഞത്, കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ പല വിഭവങ്ങളും കൂടെ ചേർന്ന ഒരു ഓണസദ്യ ആണ്. ഈ പാട്ടിൽ തന്നെ പ്രത്യേകത കൃഷ്ണ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നതും. അതില് തമിഴും മലയാളവും കലർന്ന വാക്കുകൾ, പക്ഷെ തമിഴ് വാക്കുകൾ ഇപ്പം പാടിയതിലുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ സബ്ജക്റ്റ് തന്നെ ഒരു തമിഴ് മലയാളം രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൾച്ചർ. ആ ബോർഡറിൽ, കേരള തമിഴ്നാട് ബോർഡറിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് തമിഴ് ലാംഗ്വേജും കൂടെ അതിനകത്ത് മിക്സ്ഡ് ആണ്. ഈവൻ സ്ക്രിപ്റ്റിങ്ങിൽ പോലും ഡയലോഗ്സിൽ പോലും അതുണ്ട്. അപ്പൊ അത് പാട്ടിലും സ്വാഭാവികമായിട്ട് വന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സോങ്സ് ഈ 2 പാട്ടിലും അത്തരം പദങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കോംബോ, തമിഴ് മലയാളം കോംബോ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ടാണ്. ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ മറ്റൊരു തലത്തിലാണ്. അപ്പൊ ഇതിനകത്ത് ഒരു പ്രത്യേകത, അപ്പൊ അത്തരം ചില പ്രത്യേകതകളുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. മറ്റ് സംഗീത സംവിധായകരും ഉണ്ട്. അവർക്കാർക്ക് എത്താൻ കഴിഞ്ഞില്ല, പലരും പല സ്ഥലങ്ങളിലാണ്, വിദേശത്തുള്ളവരും ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഇതിനടുത്താണ്, കിളിമാനൂരാണ് ഞാൻ എൻ്റെ താമസം. നിങ്ങൾക്ക് അറിയാമല്ലോ, കിളിമാനൂർ കൊട്ടാരം എൻ്റെ തറവാട്, രാജാരവിവർമ്മയുടെ ജന്മഗൃഹം. അപ്പം ഞാൻ കുറച്ച് ഇവിടെ അല്ലാതെ തന്നെ പല പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പ്രസ് ക്ലബ്ബിൽ തന്നെ എത്രയോ വന്നിരിക്കുന്നു. പല രവിവർമ്മയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പലപ്പോഴും. ഇത് എനിക്ക് വളരെ സന്തോഷം തന്ന ഒരു മൂവിയാണ്. വളരെ പ്രതീക്ഷയുണ്ട്. ഓഗസ്റ്റ് 14 ഈ സിനിമ റിലീസാവുന്നത്. അതിൽ ഗാനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചാനൽസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടുമെന്നാണ് കരുതുന്നത്. അപ്പോഴേ അതിൻ്റെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുള്ളൂ എന്നറിയാം. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആലിക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയുടെയും കൂടെ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഒക്കെ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ വന്നതിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞതും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.